നമ്മുടെ വൈകുന്നേരത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പം ഇന്ന് നമുക്ക് വെള്ളമൊഴുപ്പും കാര്യങ്ങളും. രാവിലെ എനിക്ക് ഒട്ടും സമയം കിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ രാവിലെ കയറി വെള്ളം ഒഴിക്കുന്നതാ. ഇപ്പോഴത്തെ വെയിലിൻ്റെയാണ് മൊത്തം നല്ല ക്ഷീണിച്ച് നിൽക്കുക തൈകളൊക്കെ. അപ്പം അതല്ല, നമ്മൾ വൈകുന്നേരം വെള്ളം ഒഴിച്ചിട്ടേ, ഇപ്പം ഞാനിപ്പോൾ തൈകൾക്ക് ഒരു നേരം വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ വൈകുന്നേരം വെള്ളം ഒഴിച്ചിട്ട് രാവിലെ വെള്ളം ഒഴിക്കാതിരുന്നാൽ ആ തൈകളെല്ലാം നല്ല വാടിക്കൊഴിഞ്ഞ് കിടക്കും. പക്ഷേ നമ്മൾ രാവിലെ, ഞാനിപ്പം എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയാം, രാവിലെ വെള്ളം ഒഴിച്ചാൽ പിന്നെ നമ്മൾ വൈകുന്നേരം വരുമ്പോൾ ഈ ചെടികളൊന്നും വാടത്തില്ല. അതുകൊണ്ട് ഞാൻ ഒരു നേരമാണ് വെള്ളം ഒഴിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പരമാവധി എത്ര വയ്യെങ്കിലും ഞാൻ രാവിലെ കയറി വെള്ളം ഒഴിക്കാൻ നോക്കും. ഇന്നിപ്പം ഒട്ടും സമയം കിട്ടാഞ്ഞിട്ടാണ് എനിക്ക് വെള്ളം ഒഴിക്കാൻ പറ്റാഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. ചെടികളെല്ലാം നല്ല വാടി നിൽപ്പുണ്ട്. പിന്നെ കുഴപ്പമില്ല, നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അതങ്ങ് നൂന്നോളും. പിന്നെ കോളിഫ്ലവറൊക്കെ കണ്ടോ? കോളിഫ്ലവറൊക്കെ ഇനിയിപ്പോൾ എനിക്കറിയാൻ വയ്യ ഇത് വലിയ ഫ്ലവർ ആവുമെന്നൊന്നും അറിയാൻ വയ്യ. കാരണം ഇപ്പം നല്ല ചൂടായില്ലേ. ഇപ്പോൾ ഒരുപാട് വലുതൊന്നും ആവത്തില്ല, കൊച്ചു ഫ്ലവറൊക്കെ കിട്ടത്തുള്ളൂ. കുറച്ച് പുഴുവിൻ്റെ ഒക്കെ ശല്യമുണ്ട്. ഇന്നലെ കുറച്ച് പുഴുവിനൊക്കെ എടുത്ത് കളഞ്ഞു. പിന്നെ നമ്മുടെ തക്കാളിയുടെ അടിയിൽ കണ്ടോ ഇത് കറുപ്പ് വരുന്നുണ്ടോ? അത് കാൽസ്യത്തിൻ്റെ കുറവാണ്. ഒന്നീ കുമ്മായം കലക്കി ഒഴിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കാൽസ്യം നൈട്രേറ്റ് ഉണ്ടല്ലേ, കാൽസ്യം നൈട്രേറ്റ് വാങ്ങിച്ച് സ്പ്രേ ചെയ്യുകയും ചെയ്യാം, ചൂട്ടിലൊഴിക്കുകയും ചെയ്യാം. ചിലത് കളിക്കുള്ളൂ, എല്ലാത്തിനും ഇല്ല. തക്കാളിയൊക്കെ നല്ല അടിപൊളിയായിട്ട് പിടിച്ചു വരുന്നുണ്ട്. ഇലയിലേക്ക് കട്ട് ചെയ്താണ്ട് ഇഷ്ടംപോലെ കാ വരുന്നുണ്ട്. നമ്മുടെ അർക്ക സാമ്പ്രാട്ട് എന്നാണ് കൊടുത്തത്. പിന്നെ പച്ചമുളക് കാവിടുത്തൊക്കെ ഒരുവിധം കുറഞ്ഞ്, ഞാൻ വളമൊക്കെ കൊടുത്താൽ കുറച്ചാളൂടെ നിൽക്കുമേ. അതുപോലെ തന്നെ നമ്മൾ നട്ടുകൊടുത്ത ചീരയുടെ അരി ഉണ്ടായിരുന്നല്ലേ, അത് ഉറുമ്പ് കൊണ്ടുപോകുന്ന പറഞ്ഞാൽ ഞാൻ കുറച്ച് അധികമാണ് നട്ടത്. അപ്പം പക്ഷേ ഒരെണ്ണം പോലെ ഉറുമ്പ് കൊണ്ടുപോയില്ല, എല്ലാം കിളിച്ച്. അപ്പോൾ ഇതിപ്പോൾ തൈ കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ ഇനി ഇത് കുറച്ചുകൂടെ വളർന്നു കഴിഞ്ഞിട്ട് മൊത്തവും കൂടെ ഈ തടത്തിൽ നിൽക്കത്തില്ല, അപ്പുറത്തോട്ട് ഒരു 3 തടം എടുത്തിട്ടുണ്ട്, അതിലോട്ട് ഇനി പിരിച്ച് നടണം. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഞാൻ മിക്സഡ് ചീരയാണ് നട്ടത്. പക്ഷേ അതെല്ലാം തന്നെ മുളച്ചിട്ട് ശേഷം നമ്മൾ വിചാരിച്ച് കുറേയൊക്കെ ഉറുമ്പ് കൊണ്ടുപോകുന്നത്, എന്തായാലും ഉറുമ്പൊന്നും കൊണ്ടുപോയില്ല കേട്ടോ. പിന്നെ ചീരയ്ക്ക് പിന്നെ നന പ്രധാനമാണ്. കുഞ്ഞ് തൈ ആണെങ്കിൽ തന്നെ രാവിലെ, ഇപ്പോഴത്തെ വെയിലെന്ന് പറയുമ്പം എല്ലാവർക്കും അറിയാമല്ലോ, സഹിക്കാൻ പറ്റത്തില്ല, മനുഷ്യർക്കും സഹിക്കാൻ പറ്റത്തില്ല, ചെടികൾക്കും സഹിക്കാൻ പറ്റത്തില്ല. അപ്പം ഇതുപോലെ ചെറുതായിട്ട് നമ്മുടെ തൈ വീണ് പോവാത്ത രീതിയിൽ ചെറുതായിട്ട് ഇങ്ങനെ കുടഞ്ഞ് രാവിലെയും വൈകിട്ടും ഇതുപോലെ നനച്ചു കൊടുക്കണം. ഇനി കുറച്ചുകൂടെ ഒന്ന് വലുതായിട്ട്, ഇപ്പോൾ തൽക്കാലം നമ്മൾ ചാണകപ്പൊടിയൊക്കെ നല്ലപോലെ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ വലുതായിട്ട് നമുക്കിനി ചാണക സ്ലറിയും ഗോമൂത്രവും ഒക്കെ നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കണം. അപ്പോഴേക്കും ചീര നല്ല വലുതായി തന്നെ കിട്ടും, നല്ല വിളവും കിട്ടും നമുക്ക്. ഇതിലിങ്ങനെ പിടിച്ചുകൊണ്ട് നിന്നാൽ നല്ല താമസം കേട്ടോ. അപ്പോൾ കുറച്ച് ഞാൻ വിചാരിച്ച് ഹോസ് കൊണ്ട് ഇങ്ങനെ ഒഴിച്ചിട്ട്, ബാക്കി ഞാൻ അവിടെ ചാണകം കലക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണത്തിന് കുറച്ച് വളം കലക്കി ഒഴിച്ചു കൊടുക്കാതെ. ഇതോ മുളക് കണ്ടോ? മുളക് ഒരു ട്രിപ്പ് പഴുത്തെല്ലാം പറിച്ച് ഉണക്കി, ഇനിയും കുറേ നിൽപ്പുണ്ട്. ഇനി അടുത്ത ട്രിപ്പ് അത് ഉണക്കാം. മുളക് ഇത് ഒരുപാടുണ്ട് ഇവിടെ. ഞാനിപ്പം വിൽപ്പനയൊന്നും ഇല്ലല്ലേ, അതുകൊണ്ട് കുറേയൊക്കെ ഒന്ന് ഉണക്കി വെക്കും. ബാക്കിയൊക്കെ നമ്മുടെ വീട്ടാവശ്യത്തിൻ്റെ. പച്ചമുളക് കുറച്ചേ ഉപയോഗിക്കുന്നത് ഇവിടെ കുട്ടികൾ. പച്ചമുളക് കുറച്ചേ ഉപയോഗിക്കത്തുള്ളൂ. അവിടുത്തെ പിള്ളേർക്ക് എരി ഭയങ്കര പാടാണ്. അപ്പം അതുകൊണ്ട് കുറേയൊക്കെ ഇതുപോലെ പഴുത്ത് ഉണക്കിയൊക്കെ അങ്ങ് വെക്കും. നമ്മുടെ ആനക്കൊമ്പൻ വെണ്ടയില്ലേ, റെഡ്, അപ്പം അത് ഞാൻ 3 ഞാൻ അവിടെ വിത്തിന് നിർത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇത് കൃഷി ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഞാൻ തരാമേ. ഞാൻ പോസ്റ്റ് ഇടാം, അപ്പം നിങ്ങൾ കവർ അയച്ചു തന്നാൽ മതി. വളം കലക്കുന്നേ പാത്രമാണ്. അപ്പം അതിൽ കുറച്ച് ചാണകമൊക്കെ കലക്കി വെച്ചിട്ടുണ്ട്, സ്ലറിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ കുറച്ച്, എന്നും എല്ലാത്തിനും ഒന്നും ഒഴിക്കത്തില്ല. ഒരു ദിവസം പകുതി എണ്ണത്തിന് ഒഴിക്കുകയാണെങ്കിൽ ബാക്കി പകുതി അടുത്ത ദിവസത്തിന് ഒഴിക്കും. ഇവിടെ നമ്മളെ കുറച്ച് പയറും പാവലൊക്കെ നിൽപ്പുണ്ട്. അപ്പം അവർക്ക് ഇച്ചിരി വളം കൊടുക്കാം. വെള്ളം ഒഴിക്കാത്തതിൻ്റെ ക്ഷീണം എല്ലാവർക്കും ഉണ്ട്. പിന്നെ പാവലൊക്കെ അങ്ങ് വാടി. രാവിലെ വെള്ളം ഒഴിക്കാൻ കയറാഞ്ഞുകൊണ്ടാ. നമ്മുടെ പേരയും ഇതിനകത്തൊരു റംബൂട്ടാൻ ഉണ്ട്, തക്കാളി ഉണ്ട്.
പിന്നെ നമ്മുടെ മോഹിനി ചീരയുണ്ട്. പിന്നെ പയർ ഇതുപോലെ ദിവസവും 1-2 എണ്ണമൊക്കെ വെച്ച് പറിക്കാൻ കാണും. അപ്പം അതും കൂടെ അങ്ങ് എടുക്കാം. കുറച്ച് ചാണകപ്പൊടി ഇവിടെ ചാരമൊക്കെ ആക്കി ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അതും കൂടി കുറച്ച്. നമ്മുടെ പേര ഉണ്ടോ, അതങ്ങ് ഉണങ്ങിപ്പോയതാ. പക്ഷെ ഇപ്പം നല്ല ഇലയൊക്കെ തളർത്ത് വരുന്നുണ്ട്. അപ്പം അവന് ഇച്ചിരി വളം കൊടുക്കാം. അവന് ഞാൻ മുട്ടത്തോടും അതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ തക്കാളി ഉണ്ടല്ലേ, നേരത്തെ നിന്ന റൗണ്ട് പിങ്ക് കളർ ചെറിയ തക്കാളി ഉണ്ടായിരുന്നല്ലേ, അപ്പം അതിൻ്റെ 2ാം തലമുറയാണ്. പക്ഷെ അതിൽ നിന്ന് അത് കാ പിടിക്കുന്നുണ്ട്. അപ്പോൾ അവനും അത് ഈ കോളിഫ്ലവറിൻ്റെ ചട്ടിയിൽ നിൽക്കുക. അവർ കൂടി ഇച്ചിരി വളം ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിന് പിന്നെ വേണ്ട ചാണകപ്പൊടി വേണ്ട. ഇത് പിന്നെ നമ്മളുടെ മണ്ണില കൃഷി ചെയ്തില്ലേ, അതിൽ ചാണകപ്പൊടിയും കരിയും തൊട്ടാ ചെയ്ത ചാണകം വേണ്ട. അതിന് നമുക്ക് സ്ലറി മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ അകത്തിച്ചീര വേണ്ട, ചുമപ്പ് പുഴുവിൻ്റെ വമ്പൻ ശല്യമാണ്. കാണുന്ന പുഴുവിനൊക്കെ എടുത്ത് കൊന്നു കളയാം. പക്ഷേ ഒരു രക്ഷയില്ല കേട്ടോ. പുഴു ഇങ്ങനെ കൊല്ലം തോറും വീണ്ടും വീണ്ടും വന്നിരിക്കുക. എങ്കിലും കുഴപ്പമില്ല, രക്ഷപ്പെടുമായിരിക്കുമല്ലേ. പിന്നെ നമ്മുടെ പേര, പിങ്ക് പേരയും മൾബറിയൊക്കെയാണ്. അതൊക്കെ കാ പിടിക്കുമായിരിക്കും. കുറച്ച് വെയിറ്റ് ചെയ്യണം. കണ്ട നമ്മുടെ നാടൻ ഇനമാണ് ഉജ്ജ്വല ഉണ്ടല്ലോ, ഉജ്ജ്വല കാന്താരി. അപ്പം അതിൻ്റെ എനിക്ക് ഒരു തൈ കിട്ടിയായിരുന്നു. അതിൽ മുളക് പിടിക്കുന്നുണ്ട്. അപ്പം ഞാൻ വെച്ച് കുറച്ച് പഠിപ്പിക്കാൻ നിർത്താമെന്ന്. തൈ എടുക്കാമല്ലേ, തൈയും വിത്തുമൊക്കെ ആക്കാമല്ലേ. അപ്പം ഉജ്ജ്വലയും ഒരെണ്ണമുണ്ട്. പിന്നെ ഇത് നമ്മുടെ വെള്ളക്കാന്താരിയാണ്, അതും എന്തായാലും പൂത്തിട്ടുണ്ട്. പിന്നെ ഇത് ക്യാപ്സിക്ക തീരാറായി, സീസണൊക്കെ കഴിഞ്ഞില്ലേ, എന്നാലും നിപ്പുണ്ട് കേട്ടോ. ഓലപ്പന്തലിലെ പാവലിതാ ഇവിടെ ഒരു കയറ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരത്തെ തുണി ഇട്ടുകൊണ്ടിരുന്നായിരുന്നു ഇവിടെ, അതിൽ കയറി പിടിച്ചിട്ടുണ്ട്. പക്ഷെ പാവയ്ക്ക പിടിക്കുന്നു കേട്ടോ. അതാ ഇവിടെ ഒരെണ്ണമുണ്ട്. ബാക്കി 2 ഞങ്ങൾ കൂടിട്ട് കൊടുത്തു. ഇനി ഇത് കൂടിട്ട് കൊടുക്കണം. പിന്നെ കറ്റാർവാഴ കുറച്ച് നിപ്പുണ്ട്, തൈ അധികം ഇവിടെ നിപ്പുണ്ട്, അപ്പുറത്തെ ടെറസിലും ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം ഇനി പിരിച്ചു തരണം. കാരണം കറ്റാർവാഴ സോപ്പ് ഉണ്ടാക്കിയത് സക്സസ് ആയിട്ടുണ്ട്. കറ്റാർവാഴ കൊണ്ട് സോപ്പ് ഉണ്ടാക്കിയില്ലായിരുന്നു, അപ്പം സക്സസ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല സോപ്പ്, ഞാൻ വെറുതെ സ്വയം പുകഴ്ത്തുമല്ല, സോപ്പ് നല്ല സോപ്പാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. ഞാൻ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഞാൻ കൊണ്ട് കൊടുത്തു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ചൊക്കെ പിരിച്ചു നടുന്നുണ്ട്. തൈ ഇങ്ങനെ ഒരുപാട് കുന്നുണക്കി നിൽക്കുകയാണ്. അപ്പം ഇനി ഇതെല്ലാം നമ്മളിത് തൈ പിരിച്ചു നടണം. പിരിച്ച് നട്ടിട്ട് വേണം കുറച്ചുകൂടി നമ്മുടെ സോപ്പ് കമ്പനി ഒന്ന് വലുതാക്കാൻ. അപ്പോൾ ഇത്രയൊക്കെയുള്ള വൈകുന്നേരത്തെ വിശേഷം. അപ്പോൾ നാളത്തെ വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ.